പ്രധാനമന്ത്രിയുടെ ബിരുദ വിവരങ്ങൾ പരസ്യമാക്കില്ല, ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടേണ്ട എന്ന് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടു. 1978 ബിരുദ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കാമെന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവാണ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയത്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, 2016 ഈ പ്രവർത്തകൻ ഒരു പരാതിയുമായി പോയത്. അത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പരസ്യപ്പെടുത്തണം, ഈ രേഖകൾ നൽകണം എന്നുള്ളതായിരുന്നു വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ്. അതിനെതിരെ ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സർവകലാശാലയ്ക്ക് അനുകൂലമായി ഒരു ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നത്. അതായത് ബിരുദ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതില്ല, അത് രഹസ്യമായി തുടരും, അല്ലേ? അങ്ങനെ തന്നെയാണ് അനുജ. 2016 ഇത്തരത്തിലൊരു ഹർജി ഈ ഹൈക്കോടതിയിലേക്ക് എത്തുന്നത്. അന്ന് ഈ അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അത് പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആദ്യം പരസ്യമായി രംഗത്തെത്തിയത്. പിന്നീട് അതിനുശേഷം നീരജ് ശർമ്മ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹം RTI നൽകുകയായിരുന്നു. അങ്ങനെയാണ് ഈ RTI അനുസരിച്ചിട്ട് ആദ്യം ഡൽഹി സർവകലാശാല അത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് RTIക്ക് മറുപടി നൽകിയില്ല. പിന്നീടാണ് അദ്ദേഹം ഈ അപ്പീൽ നൽകി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈ വിവരം പുറത്തുവിടണമെന്ന് ഉത്തരവിട്ടത്. ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ സമീപിച്ചത്. ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി അന്ന് തുഷാർ മേത്ത, അന്നത്തെ സോളിസിറ്റർ ജനറൽ ആണ് കോടതിയിൽ ഹാജരായത്. അദ്ദേഹമാണ് വാദിച്ചത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്. ആർട്ടിക്കിൾ 21 കീഴിൽ വരുന്നതാണ് സ്വകാര്യതയ്ക്കുള്ള അവകാശം. അതുകൊണ്ട് അത് മാത്രമല്ല, ഈ 1978 എല്ലാ ബാച്ചിലെയും BA ആർട്സ് പഠിച്ച എല്ലാ വിദ്യാർത്ഥികളും. ഇപ്പോൾ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ടെലിഫോണിലുണ്ട്. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇത് പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ലഭ്യമാക്കണമെന്നുള്ളതായിരുന്നല്ലോ വളരെ വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഒരു നിയമ പോരാട്ടം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ഇപ്പോൾ നിലവിൽ ഡൽഹി സർവകലാശാലയ്ക്ക് അനുകൂലമായി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ രഹസ്യമായി സൂക്ഷിക്കേണ്ടുന്ന ഒരു രേഖയാണോ ഇത്, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? പ്രധാനമന്ത്രിയുടെ പൊതുപ്രവർത്തകരുടെ ആരുടെയും വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ അത് സംബന്ധിച്ച രേഖകളൊന്നും അതിലെ രഹസ്യ സ്വഭാവം ഉണ്ടെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അതേസമയം എല്ലാവരുടെയും ആ ബാച്ചിലുണ്ടായിരുന്ന എല്ലാവരുടെയും രേഖകൾ പുറത്തുവിടണമെന്നുള്ള ആവശ്യമാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. അത് ഫിഡ്യൂഷ്യറി റിലേഷൻ, അതായത് ഒരു അവരുമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിരിക്കുന്ന രേഖകൾ ആർക്കെങ്കിലും ഒരു തേർഡ് പേഴ്സണ് കൊടുക്കേണ്ട ഇല്ല എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ വിധി. എനിക്ക് തോന്നുന്നത് മുഴുവനായിട്ടുള്ള വിധി ഇപ്പൊ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ളതാണ് എന്ന് തോന്നുന്നു. അത് സുപ്രീം കോടതിയിൽ എത്തി സുപ്രീം കോടതി എന്നിട്ട് അന്തിമമായിട്ടൊരു വ്യാഖ്യാനം കൊടുക്കേണ്ടതുണ്ട്. അതായത് സുപ്രീം കോടതിയിലേക്ക് പരാതിക്കാരന് പോകാനുള്ള സാഹചര്യമുണ്ട്, അല്ലേ? തീർച്ചയായിട്ടും സ്പെഷ്യൽ ലീവ് പെറ്റീഷനായിട്ട് ഫയൽ ചെയ്യാൻ കഴിയും. അത് ചെയ്യാൻ സാധ്യതയുള്ള ഒരു നിയമ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇതിപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം ഒരു പൊതുപ്രവർത്തകൻ കൂടിയാണല്ലോ. ഇത്തരം രേഖകളൊക്കെ അതങ്ങനെ രഹസ്യമാക്കി വെക്കുക എന്നുള്ളത് തന്നെ, അത് അറിയാനുള്ളൊരു അവകാശം രാജ്യത്തെ പൗരനില്ലേ, അഡ്വക്കേറ്റ് പ്രശാന്ത്? തീർച്ചയായിട്ടും. സുപ്രീം കോടതിയുടെ തന്നെ ഒരു വിധിക്ക് ശേഷമാണ് ഇലക്ഷന് മത്സരിക്കുന്നവരൊക്കെ അഫിഡവിറ്റിൽ വിദ്യാഭ്യാസ യോഗ്യത ഉൾപ്പെടെയുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തണം എന്ന സുപ്രീം കോടതി വിധിയിലാണ് വന്നത്. അതിനുശേഷമാണ് വിവരാവകാശ നിയമത്തില് ഈ പറയുന്ന നിയമം പാർലമെന്റ് എനാക്ട് ചെയ്തത് തന്നെ. അപ്പോൾ അതിന്റെ ആ വിവരാവകാശ നിയമത്തിന്റെ അന്തസ്സത്തയ്ക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു വിധിയാണെന്ന് തോന്നുന്നു ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പ്രതികരിച്ചതിന്. കോടതി ഉത്തരവിന്റെ വിശദാംശങ്ങൾ, ഇപ്പോൾ മുഴുവൻ വിശദാംശങ്ങൾ എന്താ എന്നത് ലഭ്യമായിട്ടില്ല. ഏതായാലും പ്രഥമ ദൃഷ്ട്യാ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സുപ്രീം കോടതി തന്നെ പുറപ്പെടുവിച്ച വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന തരത്തിലേക്കാണ് ഈ വിധി വന്നിട്ടുള്ളത് എന്നുള്ളത്. അജീഷ് തുടരുന്നുണ്ട്. അജീഷ്, അതാണ് ഇപ്പോൾ നിയമവിദഗ്ധരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ വിധിയോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന അഭിപ്രായം അവർ പങ്കുവെക്കുകയാണ്. സുപ്രീം കോടതി തന്നെ ഇതിനു മുൻപ് പുറത്തിറക്കിയ വിധി, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വിധിയുമായി പരിശോധിക്കുമ്പോൾ അത് ശരിയല്ലാത്ത തരത്തിലേക്കാണോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇതിൽ എന്താണ് ഈ പരാതി നൽകിയ ആളുടെയൊക്കെ പ്രതികരണം വരുന്നുണ്ടോ? ഇതുവരെയ്ക്കും അത്തരത്തിലൊരു പ്രതികരണം വന്നിട്ടില്ല. ഇത് പഴയൊരു കേസാണ്. 2016 അന്ന് ഡൽഹി ഹൈക്കോടതിയിലേക്ക് ഈ
നീരജ് ശർമ്മ എന്ന് പറയുന്ന ആൾ പൊതുപ്രവർത്തകൻ അത് അപ്പീലുമായി പോയത്, അല്ലെങ്കിൽ കോടതിയിലേക്ക് ഈ RTI നൽകിയത്. അതിനെതിരെയാണ് ഡൽഹി സർവകലാശാല ഇങ്ങനെ കോടതിയിൽ പോവുകയും പിന്നീട് വാദം നടന്നതും. ഈ RTI നൽകിയ ആളും എന്ന് കോടതിയുടെ അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. കാരണം ഈ 2014 തെരഞ്ഞെടുപ്പിലായിരുന്നു ഈ സത്യവാങ്മൂലം നൽകുമ്പോഴായിരുന്നു പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ തൻ്റെ ഡൽഹി സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ BA പഠിച്ചിറങ്ങിയ ആളാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു സത്യവാങ്മൂലത്തിൽ വച്ചത്. പിന്നീട് അതിനെക്കുറിച്ച് സർട്ടിഫിക്കറ്റ് പൊതു താല്പര്യത്തിൽ പെടുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ RTI നൽകുന്നത് പോലും. പക്ഷേ ഇത് സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ്, അല്ലെങ്കിൽ അത് പൊതു താല്പര്യത്തിൽ ബാധിക്കുന്ന കാര്യമേ അല്ല എന്നാണ് കോടതിയിൽ ഈ ഡൽഹി സർവകലാശാലയ്ക്ക് വേണ്ടി വാദിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റ് പുറത്ത് നിങ്ങൾ അതിൻ്റെ ഒറിജിനൽ കാണിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടെന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. അത് നല്ല ഉദ്ദേശത്തിനാണോ അത് മോശം കാര്യത്തിനാണോ എന്നാണ് ചോദിക്കുന്നത്. എന്തിനായിരുന്നാലും അത് പുറത്ത് വിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അന്ന് ഈ ഹർജിക്കാരൻ വാദിച്ചത്. എന്തായാലും ഈ നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റ് അത് ഇപ്പോഴും രഹസ്യമായി തുടരട്ടെ എന്നുള്ളതാണ് ഡൽഹി ഹൈക്കോടതിയുടെ തീരുമാനം. ആ നിർദ്ദേശം, ആ ഉത്തരവ് പുറത്തു വന്നു. ഇനിയിപ്പോൾ എന്താകും ഹർജിക്കാരന്റെ തുടർ നീക്കങ്ങൾ എന്നുള്ളത് നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ.